അതുകൊണ്ട് ഇത്തരം ഈണമുള്ള താളമുള്ള പാട്ടുകൾ കേട്ട് വിശ്വാസം അതൊരിക്കലും ചൂഷണത്തിന് വിട്ടുകൊടുക്കരുത്. നമ്മുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകാൻ കാരണമാകുന്ന ശിർക്കൻ വിശ്വാസങ്ങൾക്ക് തലവെച്ചു കൊടുക്കരുത് സഹോദരങ്ങളെ. എത്രത്തോളം എന്നറിയോ? ഇതിന് വലിയ സ്വാധീനം കിട്ടാൻ വേണ്ടി പുതിയൊരു നമ്പറുമായി വന്നിരിക്കുന്നു. എന്താ നമ്പർ? 1500ാമത് ജന്മദിന ആഘോഷമാണ്. 1447 ഹിജറ. 1447 ഹിജറക്ക് മുമ്പുള്ള 53 കൂട്ടി 1500 ഇതാ തികയുകയാണ്. നമുക്ക് ഗംഭീരമായി ആഘോഷിക്കണം. പറയട്ടെ, കേൾക്കേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500ാമത്തെ ജന്മദിനമാണ് ഈ വരുന്ന റബീഉൽ അവ്വൽ 12. നമുക്ക് നല്ലതുപോലെ കൊണ്ടാടണം. 1500ാമത് ജന്മദിനാഘോഷമാണ് ഇനി വരുന്നത്. വലിയ ക്യാമ്പയിനാണ്. സുപ്രഭാതത്തിൽ പ്രധാന ലേഖനം വരെ കൊടുത്തുവിട്ടു. നിരന്തരം പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തിന്? 1500ന്റെ നിറവിലെത്തിയിരിക്കുന്നു. എന്തായത് സഹോദരങ്ങളെ? ശരിയാകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്ന നിലക്കാണെങ്കിൽ പരിഗണിക്കാം. അവിടെ നിന്റെ മീലാദ് ജനനം എന്ന നിലക്കാണെങ്കിൽ പരിഗണിക്കാം. അല്ലാതെ ഷിയാക്കൾ ഉണ്ടാക്കിയ ആഘോഷം എന്ന നിലക്ക് എടുക്കാൻ പറ്റുമോ? നോക്കാം നമുക്ക്. നുബൂവത്ത് വരെ 40 വർഷങ്ങൾ ജാഹിലിയ കാലഘട്ടം അവിടെയുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരു തരിമ്പ് വലിപ്പത്തിൽ പോലും അവരാരും ചെയ്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടും ചെയ്തില്ല. ജാഹിലിയത്തിൽ ഇനി അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പോലും വിട്ടുനിൽക്കപ്പെട്ടവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പം ഉണ്ടായിട്ടില്ല. ഇനിയോ അത് കഴിഞ്ഞ് നുബൂവത്തിന് ശേഷം 13 വർഷം മക്കയിൽ ജീവിച്ചു. വഹിയുണ്ട്. ഓരോ നിയമങ്ങളും വിശ്വസിക്കേണ്ടതും ആചരിക്കേണ്ടതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ 13 വർഷങ്ങളിൽ അത് കാണുന്നില്ല. ഇനിയോ 53ാമത്തെ വയസ്സിൽ ഹിജറ പോകുന്നു. 10 വർഷം മദീനത്ത് എന്തൊക്കെ വിധികൾ പഠിപ്പിക്കപ്പെട്ടു, ഏതൊക്കെ നിയമങ്ങൾ ഇറക്കപ്പെട്ടു, അനുവദിക്കപ്പെട്ടതും വിലക്കപ്പെട്ടതുമായ കാര്യങ്ങൾ തുടരെയായി വന്നു. ആ 10 വർഷങ്ങളിലും ഒന്നുമില്ല. അവിടുന്ന് ഏറെ സ്നേഹിച്ച മുഹാജിറുകൾ അൻസ്വാറുകൾ ചുറ്റിലുമുണ്ട്. അവരാരും എടുത്തില്ല, ചെയ്തില്ല. മൊത്തത്തിൽ 63 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നിമിഷം പോലും ഈ കാര്യത്തെ ആഘോഷിച്ചില്ല, കൊണ്ടാടിയില്ല. അത് ഉറപ്പാണ്. ഇനി ഉത്തമ തലമുറ 300 വർഷങ്ങൾ അവരാരും ചെയ്തില്ല. എന്നാ തുടങ്ങിയത് 300കൾക്ക് ശേഷം 400ൽ ഷിയാക്കളിലെ അതിരുവിട്ട തീവ്ര വിഭാഗം ഫാത്തിമിയാക്കൾ കൊണ്ടുവന്നു. അങ്ങനെ വരുമ്പോൾ ഹിജറ 400കളിലാണ് ഈ ആചാരം ഉണ്ടായത്. 1447 മൈനസ് 300 സമം 1147. ഷിയാക്കൾ തുടങ്ങിയത് മുതൽ 1147. പിന്നെയോ ആ ഷിയാക്കൾ തുടങ്ങിയത് അത്ര പോരാ, കുറച്ചുകൂടി ഉസാറാക്കണം, നന്നായി പൊലിപ്പിക്കണം എന്ന് മനസ്സിലാക്കിയപ്പോൾ സൂഫിയായിട്ടുള്ള മലിക് മുദഫർ, ഇർബൽ ഭരിച്ചിരുന്ന മലിക് മുദഫർ ഹിജറ 7ാം നൂറ്റാണ്ടിൽ 600ന്റെയും 700ന്റെയും ഇടയിൽ മുദഫർ ഇതിലേക്ക് അതിനോട് ഇമ്പമുള്ള കമ്പമുള്ള ആളുകളെ വിളിച്ചുകൂട്ടി. അതിനുവേണ്ടി നന്നായി പണമിറക്കി. ഇത് വലിയൊരാഘോഷമാക്കി. അങ്ങനെ വരുമ്പോൾ 1447 മൈനസ് 600 സമം 847. സൂഫികൾ മുതലാണെങ്കിൽ 847. ഇനി ഷിയാക്കളെയും സൂഫികളെയും തുടർന്ന് വന്നിട്ടുള്ള സമസ്തയുടെ പാരമ്പര്യമെടുത്താലോ, സമസ്ത രൂപീകരിക്കപ്പെട്ടത് മുതൽ 100ലേക്ക് അടുക്കുകയാണ്. സമസ്തയുടെ രൂപീകരണം ഹിജറ 1344